ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ഒന്നോ രണ്ടോ എവിക്ഷൻ കാണുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശരിക്കും വോട്ടിങ്ങിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ഗബ്രിയാണ്. ഗബ്രിയെ എവിടുന്ന് വിടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാര്യം ബിഗ് ബോസ് തുടക്കം മുതൽ ഈ നിമിഷം വരെ അവിടെ ഒരു കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു വിഷയം, അവിടെ ഒരു കണ്ടന്റ് ചെറിയ തോതിലെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്ന ഗബ്രി ജാസ്മിൻ കോംബോയാണ്. ഇവര് തമ്മിലുള്ള കളികളാണ് എല്ലാവർക്കും പുറത്തും അകത്തും സംസാര വിഷയം. അത് വലിയ കണ്ടന്റ്, സാധാരണ ഈ ബിഗ് ബോസ് 5 വരെ പോയത്രയും കണ്ടന്റ് ഉണ്ടാക്കുന്നതായിട്ടുള്ള വിഷയം അല്ല താനും, വെറും നാറിയ കളികളായിരുന്നു താനും. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമാന്ന് പറഞ്ഞപ്പോൾ ഗബ്രി അത് നിരസിക്കുകയാണ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഗബ്രി കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഉള്ളത് നോറയ്ക്കും ഋഷിക്കുമാണ്. ഇനിയും ഗബ്രിയെ സേഫ് ആക്കിക്കൊണ്ട് നോറയോ ഋഷിയോ വെളി വിടുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ജിൻഡോയ്ക്കും ജാസ്മിനും ഒക്കെ നല്ല വോട്ടിങ് മുന്നോട്ടിട്ട് കേട്ടോ. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ്, അൻസിബ ഏറ്റവും പുറകെ നിന്നതാണ്. അൻസിബ അവിടെ യാതൊരു ഗെയിമും കളിക്കുന്നില്ല. അൻസിബ വെളി വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ ഇപ്പോൾ അൻസിബ ഏറ്റവും മുന്നിലോട്ട് വരികയാണ്, ജിൻഡോയോട് തുല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് വിടാനാണെങ്കിൽ നമ്മൾ ജനങ്ങളുടെ വോട്ട് നേടി ആ രീതിയിലാണ് അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്ന് വരിയിൽ ഗബ്രി പോകണം. ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ബിഗ് ബോസിന്റെ കളിയാണെന്ന് വരിയിൽ ഗബ്രിയെ അവിടെ സേഫ് ആക്കിക്കൊണ്ട് ഋഷിയോയോ നോറയോ വെളിയിൽ പോവും. അപ്പം നമുക്ക് കണ്ടറിയാം ഇത് ആരായിരിക്കും ഇന്ന് വെളിയിൽ പോകുന്നതെന്നറിയാം. എന്തായാലും ഈ വിഷയം കാണും. ഇന്നലെ സായി എന്തോ സുഖമില്ലാന്നും പറഞ്ഞ് വെളിയിലോട്ട് പോയിട്ടുണ്ട്. അത് സുഖമില്ലാതെ പോയതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കാണും സുഖമില്ലായ്മ, പക്ഷെങ്കിൽ വെളിയിലത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഒന്ന് കയറി വരാനുള്ള പോക്കാണോ എന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉടൻ തന്നെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.